അങ്ങനെ നമ്മൾ ഗോവയിൽ കാല് കുത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങുന്നു. മാസ് ഇറങ്ങി, ഷിബിൻ ഇറങ്ങുന്നു, ജെൻസ്, അബി, ഞങ്ങളങ്ങനെ എല്ലാവരും ഇറങ്ങി. അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി കുറച്ച് പേർ അവിടെ വന്ന് കാത്തിരിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും കൂടെ കുറച്ച് നേരം നിന്നു. ഇനി നമ്മുടെ വണ്ടി എപ്പോൾ വരും എന്നുള്ള ഒരു കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മാസും ധനേഷും ഒക്കെ അവരെ വിളിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്. മെയിൻ എൻട്രൻസിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മാനേജറാണ് കേട്ടോ, ക്രിസ്റ്റോ. അവർ അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഇത് ഷാനൽ. അതുകൊണ്ട് ആ ഇടി ഇടുന്നവന്മാരുണ്ട്. ഒരു ജോസി, ഗ്രിജിത്ത്, ഇവന്മാർ രണ്ടുപേരുമാണ് ഓഫീസിലെ ഇടിപിടുത്തക്കാർ. പിന്നെ അപ്പു, ഷിബിൻ, ലൻഷാദ്, ധനേഷ്, നയൻ, ഈ രണ്ടുപേരാണ്. ഈ വരുന്ന രണ്ടവന്മാരാണ് കോർഡിനേറ്റേഴ്സ്. ഒന്ന് മാസ്, ഒന്ന് ക്രിസ്റ്റോ. ഇത് മിഥുൻ. അതിന് തൊട്ടപ്പുറത്ത് അഭിജിത്ത്. രണ്ടാന്മാർ ഏറ്റവും പുറകിൽ വരുന്നുണ്ട്, അബിനും ജെൻസും. ഇവർ രണ്ടുപേരുമാണ് ഇനിയിപ്പം അവരെ വിളിച്ചതൊക്കെ. ടയർഡാണ്. അവരൊക്കെ ചെറിയ ബാഗും കൊണ്ട് വന്നു. ഞാൻ മാത്രം വലിയക്കോട്ടും ബാഗും എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. മടുത്തുപോയി. കുറച്ചധികം സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് പോകുന്നത്. നമുക്ക് അമ്മമാരുടെയൊക്കെ കയ്യിൽ ചെറിയ ചെറിയ ബാഗുകളാണ്. എൻ്റേത് മാത്രമുണ്ട് 2 ബാഗ്. അങ്ങനെ നമ്മൾ മഡ്ഗോവൻ റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു പോവുകയാണ്. നമ്മുടെ വണ്ടി മെയിൻ എൻട്രൻസിൻ്റെ അവിടെ വന്നിട്ടുണ്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം അയാളെ വിളിച്ചാൽ മാത്രം മതി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു അത്യാവശ്യം അവിടെ ഇറങ്ങിയത്. എല്ലാവരും ഗോവയിൽ വരുന്നതിന് അതിനെ അടിച്ച് പൊളിക്കാൻ. അത് തന്നെ ഫുൾ ഓൺ പവറിൽ എല്ലാവരും നിൽക്കുന്നു. നമ്മുടെ റൂമിലേക്ക് ചെല്ലണം, ഒന്ന് ഫ്രഷ് ആവണം, അത്രയേ ഉള്ളൂ. ആകെ ടയേർഡാണ്. എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനിൽ. അപ്പോൾ പിന്നെ എല്ലാ വർഷവും വരാറുള്ള ചിക്കു എന്നറിയപ്പെടുന്നതാണ് ഇവൻ, ഷാനൽ. അവനാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെയാണ് പോകേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് അവനുണ്ട് കൂടെ തന്നെ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട്. ധനേഷ് അവരെ വിളിക്കുകയാണ്. അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി എവിടെയോ വന്ന് കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ ഡ്രൈവർ ഒരുത്തനുണ്ട്, അയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണെന്നൊരു പിടുത്തവുമില്ല.